അമ്മയുടെ ഒരൊറ്റ കുട്ടിയായി അത്രയും നാൾ ജീവിച്ചിരുന്ന അവൾ അമ്മയുടെ രണ്ടാം വിവാഹത്തിന് ശേഷം ചെന്നുപെടുന്നത് ഒരു കൂട്ടം സ്റ്റെപ്പ് ബ്രദേഴ്സിന്റെ ഇടയിലാണ്. അതെ, 4 സഹോദരന്മാരുടെ ഒരൊറ്റ സഹോദരിയായി പിന്നീട് അവളുടെ ജീവിതം എങ്ങനെയൊക്കെയോ മാറി മറിഞ്ഞു. വളരെ രസകരമായി ആ കാര്യങ്ങൾ പറഞ്ഞ് പ്ലീസ് എക്സ്ക്യൂസ് മൈ യങ്ങർ ബ്രദേഴ്സ് എന്ന വളരെ രസകരമായ ഒരു ജാപ്പനീസ് കഥയാണ് ഇന്ന് നമ്മൾ മൂവി മാനിയ മൂവീസിലൂടെ കാണാനായി പോകുന്നത്. വേഗം തന്നെ വീഡിയോയിലേക്ക് കിടക്കാം. അതിനു മുന്നേ ഇതുപോലത്തെ വീഡിയോസ് കാണാൻ കൂട്ടുകാർക്ക് ഇഷ്ടമാണെങ്കിൽ മറക്കാതെ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. കഥ തുടങ്ങുന്നത് നമ്മുടെ കഥാനായികയായ നറിറ്റയെ കാണിച്ചുകൊണ്ടാണ്. നറിറ്റ അവളുടെ അമ്മ ഒരു സെക്കൻഡ് മാരേജ് ചെയ്തിരിക്കുന്നത് കൊണ്ട് തന്നെ അവരപ്പോ സ്റ്റേ ചെയ്യുന്ന ഒരു വീടും നാടും ഒക്കെ വിട്ട് അമ്മയുടെ പുതിയ ഹസ്ബൻഡിന്റെ വീട്ടിലേക്ക് ഷിഫ്റ്റ് ചെയ്യാണ്. അതുകൊണ്ട് തന്നെ കുറച്ച് സങ്കടം അവൾക്കുണ്ട്. ഇങ്ങനെ ഫേവറേറ്റ് ആയിരുന്ന വീടും ഫ്രണ്ട്സും അങ്ങനെ ആളുകളെയൊക്കെ വിട്ടു പോകുന്നതിന്റെ. എന്തായാലും പുതിയതായി എത്തുന്ന ആ ഒരു ഫാമിലിയിൽ നറിറ്റയുടെ സ്റ്റെപ്പ് ഫാദറും ആളുടെ 4 മക്കളുമാണ് ഉള്ളത്. അങ്ങനെ ഒറ്റ മകളായി അത്രയും നാള് ജീവിച്ചിരുന്ന നറിറ്റയ്ക്ക് അമ്മയുടെ രണ്ടാം കെട്ടിലൂടെ ഇപ്പോഴേ 4 സഹോദരന്മാരെ കിട്ടിയിരിക്കുകയാണ്. ഈ 4 പയ്യന്മാരില് മൂത്ത ആള് ജെൻ, രണ്ടാമത്തെ ആള് റാക്കു, മൂന്നാമത്തെ ആള് ഷൂ, നാലാമത്തെ ആള് റൂയി. രണ്ടാമത്തെയും 4ാമത്തെയും പയ്യന്മാര് നറിറ്റയുടെ കുറച്ച് കാര്യമായിട്ടൊക്കെ പെരുമാറുന്നുണ്ട്. പക്ഷെ മൂത്ത പയ്യനായ ജെന്നും 3ാമത്തെയും പയ്യൻ ഒട്ടും തന്നെ അവളെ മൈൻഡ് ചെയ്യുന്നില്ല. ഈ ജെന്നെന്ന് ഞാൻ എടുത്തു പറയാൻ കാരണം അവനാണ് നമ്മുടെ കഥയിലെ കഥാനായകൻ. അങ്ങനെ അവിടെ അവർ ഒന്നിച്ച് സ്റ്റേ ചെയ്യുന്നതിന്റെ ഇടയിൽ വളരെ പെട്ടെന്ന് തന്നെ സ്റ്റെപ്പ് ഫാദറിന് ജോലി സംബന്ധമായ ഒരു ട്രാൻസ്ഫർ ലഭിക്കുകയും തുടർന്ന് അമ്മയും അച്ഛനും അവിടെ നിന്ന് ട്രാൻസ്ഫർ ആയി പോവുകയും ചെയ്യുന്നുണ്ട്. തുടർന്ന് ഇപ്പൊ അവരുള്ള ആ വീട്ടില് ഈ 4 സഹോദരന്മാരുടെ കൂടെ നറിറ്റയ്ക്ക് തനിയെ താമസിച്ച് അവരുടെ കാര്യങ്ങളൊക്കെ നോക്കി അവളുടെയും കാര്യങ്ങൾ നോക്കി ഇങ്ങനെ മുന്നോട്ട് പോകേണ്ട ഒരു സാഹചര്യം വരുന്നുണ്ട്. അങ്ങനെ ഒരു ദിവസം ഈ 4 പയ്യന്മാർക്കിടയിലെ ആ ഒരു ജീവിതത്തില് പല ഓക്വേർഡായ സാഹചര്യങ്ങളിലൂടെയും നറിറ്റ കടന്നു പോകുന്നുണ്ട്. അങ്ങനെ ഇരിക്കും ഒരു ദിവസം ഇവർക്ക് ഫുഡ് കൊടുക്കാനായി പോകുന്നവൾ ഏതാണ്ട് അവരുടെയൊക്കെ ചേച്ചിയെ കണക്ക് ഫുഡ് കഴിക്കുന്നൊക്കെ പറഞ്ഞ് ഭയങ്കരമായി നിർബന്ധിച്ച് പിന്നെയും കഴിപ്പിക്കുമ്പോൾ ജെന്നിന് ദേഷ്യം വരുന്നുണ്ട്. നീ ചേച്ചി കളിക്കുന്ന ഒന്ന് നിർത്ത്, നീ എന്റെ ചേച്ചിയൊന്നും അല്ല, നമ്മൾ ഒരേ ഏജ് ആണെന്നല്ല. ജെൻ താല്പര്യമില്ലാതെ സംസാരിക്കുമ്പോൾ ഞാൻ നിന്നെക്കാളും മുന്നേ ജനിച്ച ഒരാളാ, വർഷ വ്യത്യാസം ഇല്ലെങ്കിലും നമ്മൾ തമ്മിൽ ഒരു ദിവസത്തെ വ്യത്യാസമുണ്ട്, ഞാൻ ഒരു ദിവസം മുന്നേ നിന്നെക്കാളും ജനിച്ചതെന്നെല്ലാം അവൾ പറയുമ്പോഴും അവനത് ഇഷ്ടാവുന്നേ ഇല്ല. എന്തായാലും അവൻ അവളോട് ദേഷ്യപ്പെട്ട് സംസാരിക്കുമ്പോൾ അവളും പിണങ്ങി എഴുന്നേറ്റ് അവിടെ നിന്ന് പോകുന്നുണ്ട്. അങ്ങനെ പിന്നീട് ജെൻ ക്ലാസ്സിലിരിക്കുന്നതാണ് നമ്മൾ കാണുന്നത്. ജെൻ ആ ഒരു സ്കൂളിലെ തന്നെ കുറച്ച് പോപ്പുലർ പയ്യനാണ്. ജെന്നിന്റെ വീട്ടിൽ പുതിയൊരു പെൺകുട്ടി അവന്റെ സിസ്റ്ററായി വന്നിട്ടുണ്ടെന്ന് കേൾക്കുന്ന ഫ്രണ്ട്സ് അവരുടെ ആ കാര്യം പറഞ്ഞ് കളിയാക്കിക്കൊണ്ടിരിക്കുമ്പോഴാണ് അവള് ദൈ ക്ലാസ്സിൽ തന്നെ ഉണ്ടെന്ന് പറഞ്ഞ് ആ പുതിയതായി ക്ലാസ്സിലേക്ക് ചേർന്ന നറിറ്റോ തന്റെ കൂടെയുള്ള ആ സിസ്റ്റർ ആണെന്ന കാര്യം ജെൻ ഫ്രണ്ട്സിനോട് പറയുന്നത്. അതെ, നറിറ്റയും ജെന്നും ഒരേ ക്ലാസ്സിലാണ് പഠിക്കുന്നത്. നറിറ്റോ ഇങ്ങോട്ട് ട്രാൻസ്ഫർ ആയി വന്ന ശേഷം ഈ ഒരു സ്കൂളിൽ ചേർന്നതാണല്ലോ. അതുകൊണ്ട് തന്നെ അവൾ അവിടെ ന്യൂ കമർ ആയതുകൊണ്ട് അവൾക്ക് അവിടെ ഫ്രണ്ട്സ് ഒക്കെ ആയി വരുന്നതേ ഉള്ളൂ. അവരാകട്ടെ അവൾ ജെന്നിന്റെ സ്റ്റെപ്പ് സിസ്റ്റർ ആണെന്ന് അറിഞ്ഞ് ആ പയ്യന്മാര് 4 പേരിൽ എവിടെ എങ്ങനെ മാനേജ് ചെയ്ത് നീ ഈ പഠിത്തമൊക്കെ കൂടി മുന്നോട്ട് കൊണ്ടുപോകും, വീട്ടിലെ കാര്യങ്ങളും പഠിത്തവും ഒക്കെ ഒന്നിച്ച് കൊണ്ടുപോകണ്ടെന്നൊക്കെ അവളോട് സംസാരിക്കുന്നുണ്ട്. എന്തായാലും ജെന്ന് എങ്ങനെയാണ് വീട്ടിലെന്ന് ജെന്നിനോട് താല്പര്യമുള്ള ആ ഫ്രണ്ട്സ് അങ്ങനെ നറിറ്റയോട് തിരക്കുമ്പോൾ ജെന്നിനെ രാവിലെ ഷർട്ടൊന്നും ഇല്ലാണ്ട് അവൾ കണ്ടിരുന്നല്ലോ. അപ്പോൾ ആ ഒരു കാര്യം പെട്ടെന്ന് പറയാനായി തുടങ്ങുമ്പോഴേക്കും അത് കേൾക്കുന്ന ജെൻ വേഗം അവൾ അവിടെ നിന്ന് പിടിച്ചു വലിച്ചുകൊണ്ട് പോകുന്നുണ്ട്. ഇത് ബാക്കി കുട്ടികളൊക്കെ കണ്ട് കമന്റ് അടിക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ ആളൊഴിഞ്ഞ സ്ഥലത്ത് അവളെ മാറ്റി നിർത്തി വീട്ടിലെ കാര്യങ്ങൾ എന്തിനാ ഇവിടെ വന്ന് വിളമ്പുന്നതെന്ന് ജെൻ ദേഷ്യപ്പെടുമ്പോൾ അത് പിന്നെ അവർ ചോദിച്ചിട്ടല്ല ഞാൻ പറഞ്ഞതെന്ന് അവൾ പറയുന്ന ടീം അവർ ചോദിച്ചാ എന്തും പറയാവോ, എന്നെ ഷട്ടിലാന്ന് കണ്ടെന്നൊക്കെ അവരോട് എന്തിനാ പറയുന്നത്, എന്നെ നാണം കെടുത്താനായിട്ട് തന്നെ ആണെന്നെല്ലാം അവൻ ദേഷ്യപ്പെടുന്നുണ്ട്. എന്തായാലും അപ്പോഴേക്കും അങ്ങോട്ടേക്ക് അടുത്ത ബ്രദർ എത്തി. നിങ്ങൾ ഇവിടെ കിടന്ന് ഇങ്ങനെ ഒച്ചത്തിൽ സംസാരിക്കാതെ എല്ലാവരും കേൾക്കുന്നുണ്ട്, വാ ക്ലാസ് ടൈം കഴിഞ്ഞില്ലേ പോവാന്നും പറഞ്ഞ് അവരെ കൂട്ടിക്കൊണ്ട് ഷോപ്പിങ്ങിന് പോകുന്നു. അങ്ങനെ വേണ്ട സാധനങ്ങളൊക്കെ നറിറ്റ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുമ്പോഴേക്കും ജെന്നിനോട് റാക്ക് പറയുന്നുണ്ട് കുറച്ചുകൂടെ കാര്യമായിട്ടൊക്കെ നറിറ്റയോട് പെരുമാറാം, എപ്പോഴും ഇങ്ങനെ ചാടിക്കടിക്കാൻ നിൽക്കുന്നത് എന്തിനാണെന്ന്. എന്തായാലും അതുകൊണ്ടാകാം അവൾ പിന്നീട് ഷോപ്പ് ചെയ്യുമ്പോൾ അവൻ മാറി അവളെ ശ്രദ്ധിക്കുന്നൊക്കെ ഉണ്ടായിരുന്നു. ആ ടീം ഒരു ജാം കണക്ക് എന്തോ ഒന്ന് അവൾക്ക് ഭയങ്കര ഇൻട്രസ്റ്റ് ആയിട്ട് വാങ്ങണമെന്നുള്ള രീതിക്ക് നോക്കുന്നുണ്ടെങ്കിലും അതിന്റെ വില കണ്ട് വേണ്ടാന്ന് വെച്ച് അവൾ അത് തിരിച്ചു വെക്കുന്നത് ജെൻ ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ പിന്നീട് നമ്മൾ കാണുന്നത് വീട്ടിലെത്തിക്കഴിഞ്ഞ് 3ാമത്തെ പയ്യനായ ഷൂവിന് വേണ്ടി ഫുഡ് അവന്റെ റൂമിന്റെ അവിടേക്ക് നറിറ്റ കൊണ്ടുപോകുന്നതാണ്. ആക്ച്വലി എപ്പോഴും ഇവൻ ക്ലാസ്സിന് പോലും പോകാതെ ഈ റൂമിനകത്ത് തന്നെ കയറി അടയിരിക്കുകയാണെന്ന് പറയാം. റൂമിന് പുറത്തേക്ക് അങ്ങനെ ഇറങ്ങാറേ ഇല്ല. നറിറ്റ അവിടെ ഇവരുടെ കാര്യങ്ങളൊക്കെ നോക്കി അവരുടെ കൂടെയാണ് താമസിക്കുന്നെങ്കിലും അവളെ ഒരു മനുഷ്യനായി പോലും അവൻ കൺസിഡർ ചെയ്ത് സംസാരിക്കാറ് പോലും ഇല്ല. ഇപ്പൊ തന്നെ ഫുഡ് കൊണ്ട് അവളങ്ങനെ അവൻ ഡോറ് തുറന്നു വരാനായി റൂമിന്റെ അവിടെ വെയിറ്റ് ചെയ്ത് നിൽക്കുന്ന കണ്ട് ജെൻ അവൻ അവിടെ കാണും ഇരിക്കട്ടെ, നീ എന്തിനാ ഡിസ്റ്റർബ് ചെയ്യാൻ പോകുന്നതെന്ന് അവളോട് ചോദിക്കുമ്പോൾ അവൻ എപ്പോഴും ഇങ്ങനെ മുറിയിൽ അടച്ചിരുന്ന എങ്ങനെയാ ബാക്കിയുള്ളവരുമായിട്ട് ഒരു സമ്പർക്കവും ഇല്ലാതെ ഇങ്ങനെ ജീവിക്കാൻ സാധിക്കും, കറക്റ്റ് സമയത്ത് ഫുഡ് കഴിക്കുന്നുണ്ടോ എന്ന് പോലും അറിയില്ലല്ലോ, എന്ത് ഇവൻ ഇങ്ങനെയെന്നെല്ലാം പറയുമ്പോൾ അവൻ കറക്റ്റ് ആയിട്ട് ഫുഡും കഴിച്ച് അവന്റെ കാര്യങ്ങളൊക്കെ തന്നെ നന്നായി നോക്കുന്നുണ്ടാവും. നീ വെറുതെ അതോർത്ത് ടെൻഷൻ അടിക്കേണ്ടെന്ന് പറയുമ്പോൾ അങ്ങനെയല്ലല്ലോ, അവൻ ഈ ഫാമിലിയിലെ ഒരാളല്ലേ, പിന്നെ എങ്ങനെ നിനക്ക് നിന്റെ അനിയനെ പറ്റി ഓർത്ത് ഒരു ടെൻഷനും ഇല്ലാത്തതെന്ന് ജെന്നിന്റെ വർത്താനം കേട്ട് നറിറ്റയ്ക്ക് ദേഷ്യം വന്ന് ചോദിക്കുമ്പോൾ ഫാമിലി എന്ന് പറയുമ്പോൾ
പറയുമ്പോഴേ എല്ലാ കാര്യങ്ങളും ചെയ്തു കൊടുക്കുക എന്നത് മാത്രമല്ല, അവർക്ക് അവരുടേതായ സ്പേസ് കൊടുക്കുക. അവർക്ക് നമ്മൾ ഒരുപാട് അവരുടെ കാര്യങ്ങളിൽ ഇടപെടുന്നത് ഇഷ്ടമല്ലെങ്കിൽ ആ ഒരു സ്പേസ് കൊടുത്ത് അവർക്ക് മനസമാധാനം കൊടുക്കുകയും കൂടി ഫാമിലി എന്നത് കൺസിഡർ ചെയ്യേണ്ട ഒരു കാര്യമാണെന്നെല്ലാം ജെൻ അവിടെ മറുപടിയും പറയുന്നു. അതിനുശേഷം പിന്നീട് അങ്ങോട്ട് പലപ്പോഴും ജെന്നിനോട് ബാക്കിയുള്ള ബ്രദേഴ്സിനോടും നന്നായി ഒരു ബോണ്ടിങ് ഉണ്ടാക്കാനായി നറുറ്റോ ശ്രമിക്കുന്നുണ്ട്. ഓൾറെഡി രണ്ടാമത്തെ ബ്രദറായ റാക്കുവും ഏറ്റവും വലിയ ബ്രദറായ റൂയിയും നല്ല രീതിക്കാണ് നറുറ്റോട് പെരുമാറുന്നത്. ഷൂ പിന്നെ ഒരു എക്സ്ട്രീം ഇൻട്രോവേർട്ട് ആണ്. അവൻ അങ്ങനെ മുഖം കൊടുക്കാറേ ഇല്ല. എപ്പോഴും മുറിക്കകത്ത് ഇരിക്കാനാണ് അവൻ താല്പര്യപ്പെടുന്നത്. ജെന്നാകട്ടെ നറുറ്റ് എന്തെങ്കിലും നല്ലൊരു കാര്യം അവന് ചെയ്തു കൊടുത്ത് ഇംപ്രസ് ചെയ്യാനൊക്കെ നോക്കുമ്പോൾ ഭയങ്കരമായി തന്നെ അവളോട് ഷൗട്ട് ചെയ്യുന്നു. ഇപ്പൊ തന്നെ തുണിയൊക്കെ എടുത്ത് കഴുകുന്നതിന്റെ പേരിൽ ഒരുപാട് ഓവറായിട്ട് ചെയ്യണ്ടെന്നൊക്കെ പറഞ്ഞ് അവളോട് ഷൗട്ട് ചെയ്യുമ്പോൾ അവൾ ഒരിക്കലും വലിയ ആള് കളിച്ചത് ചെയ്തതല്ല. അവളുടെ കൂടെ അവളുടെ ബ്രദേഴ്സായി അവൾ കാണുന്നത് കൊണ്ട് തന്നെ ജെന്നാകട്ടെ പാർട്ട് ടൈം ജോലിക്കൊക്കെ പോയി ലേറ്റ് ആയിട്ടാണ് ഇടയ്ക്കൊക്കെ വീട്ടിലും വരുന്നത്. അപ്പോൾ അവനൊരു ഹെൽപ്പും കൂടി ആവട്ടെ എന്ന രീതിക്കാണ് അവന്റെ ക്ലോത്ത്സ് ഒക്കെ എടുത്ത് ഇങ്ങനെ വാഷ് ചെയ്യുന്നത്. പക്ഷെ അതിനും അവൻ ഇങ്ങനെ സംസാരിക്കുന്നത് അവളെ സംബന്ധിച്ച് ഭയങ്കര സങ്കടമായി അവൾ അവിടെ നിന്ന് പോകുന്നത് റാക്കോവും റൂയും കാണുന്നുണ്ട്. അവർ ജെന്നിനോട് എന്തിനെപ്പോഴും ഇങ്ങനെ ഷൗട്ട് ചെയ്തത്, ഹാർഷായിട്ട് മാത്രം നറുറ്റയോട് പെരുമാറുന്നത് എന്നെല്ലാം ദേഷ്യപ്പെടുമ്പോൾ അവൻ ഒന്നും മിണ്ടാതെ അവിടെ നിന്ന് പോകുന്നു. ഇതിന്റെ ഇടയിൽ അമ്മ ഫോണിലൂടെ അവളോട് ഇവിടുത്തെ വിശേഷങ്ങളൊക്കെ തിരക്കുമ്പോൾ കുഴപ്പമൊന്നുമില്ല, നന്നായിട്ട് കാര്യങ്ങളൊക്കെ പോകുന്നു എന്ന് അവൾ പറയുന്നുള്ളൂ. ഇവിടെ അവൾക്ക് സങ്കടം തോന്നുന്ന ഇൻസിഡൻസ് ഉണ്ടാവുന്ന ഒന്നും തന്നെ അമ്മയോട് പറഞ്ഞു കൊടുക്കാനേ ഇരിക്കുന്നില്ല. അങ്ങനെ അവൾ റൂമിലുള്ളപ്പോൾ റാക്കു സംസാരിക്കാനേ എത്തുന്നുണ്ട്. ജെൻ ചെയ്യുന്ന ഈ കാര്യങ്ങൾ കണ്ട് സങ്കടപ്പെടണ്ട, ജെൻ ഒരു പാവോ സത്യത്തില്. അമ്മയുടെ മരണശേഷം ഞങ്ങൾ ഇത്രയും അനിയന്മാരുടെ ഉത്തരവാദിത്തം എല്ലാം അവനല്ലേ ഏറ്റെടുത്തത്. അതിനുശേഷം അവൻ കുറച്ച് റഫായിട്ട് ഇങ്ങനെ നല്ല രീതിയിൽ അവന്റെ ഫാമിലി മുന്നോട്ട് കൊണ്ടുപോകണം എന്ന ഉദ്ദേശത്തിൽ ഒരു മുഖംമൂടി അണിഞ്ഞ കണക്ക് പെരുമാറുന്നുണ്ട്. അവൻ ഒരു പഞ്ചപാവമാണ്, മനസ്സിലൊന്നും വെച്ചോണ്ടാവില്ല ഇങ്ങനെ പറയുന്നതെന്നൊക്കെ പറഞ്ഞ് അവളെ സമാധാനിപ്പിക്കുന്നുണ്ട്. എന്തായാലും ജെൻ ഷോപ്പിങ്ങിന് പുറത്തേക്ക് പോയതാ എന്ന് മനസ്സിലാക്കുന്ന നറുറ്റോ അവൻ ഒറ്റയ്ക്ക് സാധനം മേടിച്ചോണ്ട് വരാൻ ബുദ്ധിമുട്ടായിരിക്കും കരുതി അവനോടുള്ള കൺസേൺ കൊണ്ട് തന്നെ പോകുന്നുണ്ട്. ആ ടീം അവനാകട്ടെ എടുത്തു വെച്ചിരിക്കുന്ന സാധനങ്ങളുടെ കൂട്ടത്തിൽ കഴിഞ്ഞ ദിവസം അവൾ വില നോക്കിയിട്ട് വേണ്ടെന്ന് വെച്ചാൽ ആ ഒരു ജാമും എടുത്തു വെച്ചിരിക്കുന്നത് കണ്ട് അവൾ അവന് വേണ്ടി അവനത് വാങ്ങിയതല്ല തനിക്ക് വേണ്ടി വാങ്ങിച്ചതാണെന്ന് മനസ്സിലാക്കി ഹാപ്പി ആവുന്നുണ്ട്. തുടർന്ന് ഷോപ്പിങ്ങിന് അവനെ അവൾ അസിസ്റ്റ് ചെയ്ത് അങ്ങനെ നിൽക്കുമ്പോഴേക്കും ഞാനിന്ന് കുക്ക് ചെയ്യാൻ പോകുന്നുണ്ടെന്ന് പറഞ്ഞ് അവൻ അങ്ങനെ പോവാണ്. ആ ടീം അവൾ പുറകെ പോകുമ്പോൾ ഞാനും കുക്കിങ്ങിന് കൂടെ കൂടുന്നുണ്ടെന്ന് അവൾ പറയുമ്പോൾ അവൻ വേണ്ടെന്നൊന്നും പറയുന്നില്ല. എന്തായാലും അവളോട് ഇതുപോലെ ദേഷ്യത്തെയൊക്കെ പെരുമാറുന്നത് മനസ്സിൽ വെക്കണ്ട, സോറി എന്നൊക്കെ പറഞ്ഞ് അവൻ സംസാരിക്കുമ്പോൾ അവൾ ഒരുപാട് ഹാപ്പി ആവുന്നുണ്ട്. അങ്ങനെ അവർ തിരിച്ചെത്തി ഡംപ്ലിങ്സ് ആണ് കുക്ക് ചെയ്യുന്നത്. പക്ഷെ വിചാരിച്ച കണക്ക് അത് അത്ര സെറ്റ് ആവുന്നില്ല, ഉടഞ്ഞൊക്കെ പോവാണ്. ആ ടീം ഇത് ശരിയാവില്ല, നമുക്ക് വല്ലതും ഓർഡർ ചെയ്ത് കഴിക്കാന്ന് കുക്കിംഗ് പാളി എന്ന് കരുതി അവൻ പറയുമ്പോൾ അവളായിട്ട് അപ്പോഴേക്കും അത് ടേസ്റ്റ് ചെയ്ത് കാണാൻ വലിയ ലുക്കിലെല്ലാം സംഭവം നല്ല ഉഗ്രനായിട്ടുണ്ടെന്ന് പറഞ്ഞ് കഴിക്കാനായി ഇത് മതി, വേറൊന്നും വാങ്ങണ്ടെന്ന് പറയാണ്. വെറുതെ എന്നെ സന്തോഷിപ്പിക്കാനായിട്ട് കഴിച്ച് ബുദ്ധിമുട്ടുണ്ടെന്ന് അവൻ പറയുമ്പോൾ അല്ലാതെ കഴിച്ചു നോക്കുന്നതും പറഞ്ഞ് അവൾ ചോപ്പ് സ്റ്റിക്സിലെടുത്ത് അതിങ്ങനെ കൊടുക്കാനായി തുടങ്ങുമ്പോൾ പെട്ടെന്ന് അവിടെ അനിയന്മാരുണ്ടായിരുന്നല്ലോ, അവനിത് വാങ്ങണോ വേണ്ടോ എന്നുള്ള മട്ടിലൊന്ന് അമ്പരക്കുന്നുണ്ടെങ്കിലും അനിയന്മാരാകട്ടെ ഇവരൊന്ന് വഴക്കുണ്ടാക്കുന്നതൊക്കെ ഒന്ന് നിർത്തി സ്നേഹത്തിൽ ഇരുന്ന് കണ്ടാൽ മതി എന്നുള്ള രീതിക്ക് അവരത് കഴിക്കുന്നത് കാണാനായി എക്സൈറ്റഡ് ആയി നിൽക്കുമ്പോഴേക്കും അവനാകട്ടെ അത് വാങ്ങിച്ചു കഴിക്കുന്നു. അവളും അതൊട്ടും പ്രതീക്ഷിച്ചിരുന്നില്ല ഇവനിങ്ങനെ വാങ്ങുമെന്ന്. എന്തായാലും അവൾ ഒരുപാട് ഹാപ്പി ആവുന്നുണ്ട്. കഴിച്ചു നോക്കിയിട്ട് കൊള്ളാല്ലേന്ന് അവനോട് പറഞ്ഞു കുറച്ചുകൂടെ എടുത്തോണ്ട് വരാമെന്ന് പറഞ്ഞ് അവൾ അകത്തേക്ക് പോകുമ്പോഴേക്കും അനിയന്മാര് ജെന്നിനെ കളിയാക്കുന്നു. അങ്ങനെ ഇവരിവിടെ ഏകദേശം ഒരു കമ്പനി ആയി കണക്ക് നിൽക്കുന്നതൊക്കെ തന്നെ ഷൂ ഇങ്ങനെ മാറി നിന്ന് നോക്കുന്നുണ്ടായിരുന്നു. എന്തായാലും അടുത്ത ദിവസം രാവിലെ നറുറ്റ് കണ്ണ് തുറക്കുമ്പോഴേക്കും അവളുടെ കൂടെ കട്ടിലല്ല ജെൻ കിടക്കുന്നുണ്ട്. ഇവനിതപ്പോ ഇവിടെ വന്ന് കിടന്നു എന്ന് കരുതി പേടിക്കുന്നവൾ അവനെ ഉറക്കത്തിൽ തള്ളി താഴെ ഇടുന്നുണ്ട്. അങ്ങനെ താഴെ വീണ് ഉണരുന്നവൻ എന്തെന്ന് മട്ടിൽ അവളെ നോക്കുമ്പോഴേക്കും ഞാനുമായിട്ട് കമ്പനി ആവാന്ന് പറഞ്ഞാൽ അത് ഈ രീതിക്കൊന്നും വേണ്ടെന്നല്ല അവൾ അവനോട് ദേഷ്യപ്പെടുമ്പോൾ അപ്പോഴാണ് അവന് ബോധം വരുന്നത്. ഓ ഞാൻ മനഃപൂർവ്വം ഇവിടെ വന്ന് കിടന്നൊന്നും അല്ല, ആക്ച്വലി ആദ്യം ഇത് എന്റെ മുറിയായിരുന്നു, പിന്നീട് നീ വന്നപ്പോ നിനക്ക് വേണ്ടി ഈ മുറി ഒഴിഞ്ഞു വന്നു, ഇന്നലെ പിന്നെ ഞാൻ ഉറക്കപ്പിച്ചല് അറിയാതെ വന്നതാണ്, അല്ലാതെ നീ ഒരു പെണ്ണായതുകൊണ്ട് അടുത്ത് വന്ന് കിടന്നതാണെന്നൊന്നും കണക്കാക്കണ്ടെന്നല്ല ജെൻ പറഞ്ഞിട്ട് പോകുമ്പോ അതെന്താ അങ്ങനെ പറഞ്ഞു, ഞാൻ എന്താ പെണ്ണല്ലേ എന്ന് ചോദിച്ച് അവൾക്ക് ദേഷ്യം വരുന്നുണ്ടായിരുന്നു. അങ്ങനെ അടുത്ത ദിവസം ക്ലാസ്സിലിരിക്കുമ്പോഴേക്കും നറുറ്റയുടെ അവളുടെ ഫ്രണ്ട്സ് ജെന്നിന് ഗേൾ ഫ്രണ്ട് വല്ല ഉണ്ടോ എന്നൊക്കെ ചോദിക്കുമ്പോൾ അതിനൊരു ഉത്തരം അവൾക്ക് പറയാനേ അറിയില്ല. അതുകൊണ്ട് തന്നെ തിരിച്ച് വീട്ടിലേക്ക് എത്തിക്കഴിഞ്ഞ് അവൾ റാക്കുന്റെ അടുത്ത് ജെന്നിന് ഗേൾ ഫ്രണ്ട് ഉണ്ടോ എന്ന് ചോദിക്കുമ്പോൾ ബെസ്റ്റ് അവന്റെ അടുത്ത് ഏതെങ്കിലും പെൺകുട്ടികൾക്ക് മര്യാദയ്ക്ക് സംസാരിക്കാൻ പറ്റുമോ, അവൻ ആർക്കെങ്കിലും മര്യാദയ്ക്ക് ഒന്ന് റിപ്ലൈ കൊടുക്കുമെന്നൊക്കെ ചോദിച്ച് ജെന്നിന്റെ മോശയുടെ സ്വഭാവത്തിന്റെ കാര്യം പറഞ്ഞ് റാക്ക് ഇങ്ങനെ പറയുമ്പോൾ നിനക്ക് ഗേൾ ഫ്രണ്ട് ഉണ്ടോന്ന് നറുറ്റ ചോദിക്കുമ്പോൾ ഇല്ലാന്ന് അവൻ പറയുന്ന ടീം അവൾ തുള്ളിച്ചാടുന്നുണ്ട്. അപ്പോൾ ഈ വെക്കേഷന് നമ്മളെല്ലാരും കൂടി ഒന്ന് ചാടിച്ച് പൊളിക്കുന്നെല്ലാം പറഞ്ഞു. അവളാകട്ടെ പിന്നീട് ജെന്നിനെയും റാക്കിനെയും റൂയെയും പിടിച്ചിരുത്തി സമ്മർ വെക്കേഷൻ വരുമ്പോൾ എവിടെയൊക്കെ പോകണം, എങ്ങനെ ടൈം സ്പെൻഡ് ചെയ്യണം എന്ന ഒരു ചെറിയ പിക്നിക്കിന്റെ പ്ലാൻ ഒക്കെ ഇങ്ങനെ ഇടുമ്പോഴേക്കും ഞങ്ങളാരും ഇല്ലാന്ന് പറഞ്ഞ് അവർ എസ്കേപ്പ് ആവുന്നുണ്ട്. ഈ ടീം അവളാകട്ടെ ഷൂവിന്റെ അടുത്തേക്ക് ചെല്ലുന്നു. അവനാണെങ്കിൽ മുറിക്കകത്ത് കയറി ഇരിക്കുകയാണല്ലോ, അവന്റെ ഭാഗത്തുനിന്ന് വലിയ മൈൻഡ് ഒന്നും ഉണ്ടാവില്ല എന്ന് അറിയാമെങ്കിലും അവളൊന്ന് ഒരു പ്രതീക്ഷയിൽ ചെന്ന് ചോദിക്കുകയാണ്. ചോദിക്കുന്നത് എങ്ങനെയാ, പേപ്പറിൽ എഴുതി കഥകിന്റെ വിടവിലൂടെ ആ പേപ്പർ അകത്തോട്ട് വിട്ടാണ് അവൾ ചോദിക്കുന്നത്. അതിന് മറുപടി തിരിച്ച് അതേ കണക്ക് പേപ്പർ പുറത്തേക്ക് വിട്ട് അവൻ നൽകുന്നത് അവന് താല്പര്യമില്ല എന്നതായിരുന്നു. അവളിത് പ്രതീക്ഷിച്ച് തന്നെയാണ് ചോദിച്ചത്, അതുകൊണ്ട് വലിയ അത്ഭുതമൊന്നുമില്ല. എന്തായാലും അങ്ങനെ പിന്നീട് അച്ഛന്റെ അടുത്ത് ജെന്നാകട്ടെ ഷൂവിനെ പറ്റി സംസാരിക്കുന്നത് നറിറ്റ കേൾക്കുന്നുണ്ടായിരുന്നു. അവൻ കോള് കിട്ടിയത് കഴിയുമ്പോൾ നറിറ്റ ഷൂവിനെ പറ്റി തന്നെ ജെന്നിനോട് തിരക്കുന്നു. ആക്ച്വലി അവൻ എന്താ പ്രശ്നം, എന്തിനെപ്പോഴും മുറിക്കകത്ത് തന്നെ ഇരിക്കുന്നത്, ഞാൻ അവന്റെ മുഖം പോലും മര്യാദയ്ക്ക് ഇതുവരെ കണ്ടിട്ടില്ല എന്നല്ല നറിറ്റ പറയുമ്പോൾ അതൊന്നും നീ അറിയേണ്ട കാര്യങ്ങളല്ലാന്ന് മാത്രമേ അവൻ മറുപടി പറയുന്നുള്ളൂ. എന്തായാലും അടുത്ത
അടുത്ത ദിവസമാട്ടെ ജെന്നും റാക്കും റൂയും ഫുഡ് കഴിച്ചു കഴിഞ്ഞാൽ പുറത്തു പോകുന്ന ടീം നറുട്ടോ അവിടെ ഒരു ക്ലീനിങ് പരിപാടിക്കൊക്കെ മുറ്റത്തേക്ക് ഇറങ്ങുന്നുണ്ട്. പക്ഷെ പെട്ടെന്ന് വെയിലത്ത് നിന്ന് പണിയെടുക്കുന്ന അവൾക്ക് തലകറക്കം വന്ന് താഴെ വീഴാണ്. പിന്നീട് അവൾ കണ്ണു തുറക്കുമ്പോഴേക്കും മുന്നിൽ ഒരു പയ്യനുണ്ട്. അപ്പോഴാണ് അവൾക്ക് ഇത് ഷൂ ആണ്, ഇവനാണ് തലകറങ്ങി വീണ് തന്നെ രക്ഷപ്പെടുത്തിയത് എന്നെല്ലാം മനസ്സിലാവുന്നുണ്ട്. അവൾ നീയല്ലേ ഷൂ, ഞാൻ ഇപ്പോഴും നിന്നെ കാണുന്നെന്ന് പറഞ്ഞ് സംസാരിക്കുമ്പോഴേക്കും അവൻ വേഗം തന്നെ അവിടെ നിന്ന് ഓടി അവന്റെ റൂമിൽ ചെന്ന് കയറുന്നു. അവൾ വിളിച്ചു നോക്കുന്നുണ്ടെങ്കിലും അവൻ കഥക് തുറക്കുന്നില്ല എന്ന് കാണുമ്പോൾ പെട്ടെന്ന് അവൾ താഴേക്ക് പോകുന്നുണ്ട്. ഇനി വീണ്ടും അവൾക്ക് വല്ലതും പറ്റുമെന്നുള്ള പേടി കൊണ്ടാവാം അവൻ പെട്ടെന്ന് കഥക് തുറന്നു നോക്കുമ്പോഴേക്കും അപ്പോഴേക്കും ഇവർക്ക് രണ്ടുപേർക്കും ഉള്ള കുറച്ച് ജ്യൂസുമായിട്ട് അവൾ വേഗം തന്നെ അവന്റെ മുറിയിലേക്ക് വന്നു കയറുന്നു. എന്തിനാ എന്റെ മുറി കയറിയെന്നൊക്കെ പറഞ്ഞ് അവൻ ദേഷ്യപ്പെടുന്നുണ്ടെങ്കിലും അവൾ അത് വലിയ മൈൻഡ് ചെയ്യുന്നില്ല. ദേഷ്യപ്പെടുന്നത് എങ്ങനെയാ, മുഖത്ത് നോക്കി സംസാരിക്കാൻ ധൈര്യമില്ലാത്ത കണക്ക് വല്ലാത്ത ഒരു പതുങ്ങിയാണ്. അതുകൊണ്ട് തന്നെ അത് കാര്യമാക്കുന്നില്ല. അവൻ അവിടെ കമ്പ്യൂട്ടറിൽ എപ്പോഴും ഗെയിമുകളെയാണ് എന്നത് കാണുന്നവൾ ആ ഗെയിം ഏതാന്നൊക്കെ നോക്കുന്നുണ്ട്. അപ്പോഴേക്കും അവനാട്ടെ എന്നോട് കൂടുതൽ കൂട്ടുകൂടാനൊന്നും പറയണ്ട, നിങ്ങളിപ്പോൾ ഞാൻ ഹെൽപ്പ് ചെയ്തു എന്നത് വലിയ സംഭവമായിട്ട് കണക്കാക്കുകയും വേണ്ട. എനിക്ക് അതിൽ കൂടുതൽ ഒന്നും ചെയ്യാനുള്ള കഴിവില്ല. ഒരു ആംബുലൻസ് വേണ്ടി വന്നാൽ പോലും അതിന് പോലും ആരെയും വിളിക്കാനൊന്നും എനിക്കറിയില്ല. എനിക്ക് സ്ട്രേഞ്ചേഴ്സിനോട് സംസാരിക്കുന്നത് തീരെ ഇഷ്ടമല്ലെന്നൊക്കെ പറഞ്ഞ് അവൻ ഇങ്ങനെ സംസാരിക്കുമ്പോൾ അവൾ ഒന്നും പറയുന്നില്ല. അവൻ വല്ലാതെ സങ്കടപ്പെടുന്ന കണക്ക് തോന്നുന്നവൾ അവിടെ നിന്ന് പോകുന്നുണ്ട്. എന്തായാലും അന്ന് രാത്രി അവൻ ഗെയിം കളിക്കുന്ന ടീം പുതിയൊരു ഗെയിം പാർട്ട്ണറെ അവൻ ഓൺലൈനിൽ കിട്ടുന്നുണ്ട്. ആ ഒരു ഗെയിം കളി വല്ലാതെ ഇഷ്ടപ്പെടുന്നവൻ ആ പാർട്ട്ണറോട് ആ ഗെയിമിൽ അവൻ ഡെഡായി പോകേണ്ട സമയത്തൊക്കെ രക്ഷപ്പെടുത്തിയതിന് താങ്ക്സ് എന്നൊക്കെ പറയുമ്പോൾ എന്നെ ഇന്ന് ഹെൽപ്പ് ചെയ്തതിന് എനിക്ക് നന്നായിട്ടൊന്നും താങ്ക്സ് പറയാൻ പോലും പറ്റില്ല എന്ന് മറുപടി വരുമ്പോഴാണ് അത് നറുട്ടയാണ് അവൾ ഓൺലൈനിൽ തന്നോട് ഗെയിം കളിച്ചതാണെന്ന് അവന് മനസ്സിലാവുന്നത്. അവനെന്തായാലും അപ്പോഴും അവളോട് കൂടുതലൊന്നും ചാറ്റ് ചെയ്യാനേ നിൽക്കുന്നേ ഇല്ല. പക്ഷെ അവൾ മൈൻഡ് ആക്കാതെ വീണ്ടും വീണ്ടും ഗെയിമിലൂടെ അവനുമായി അടുക്കാനേ നോക്കുന്നുണ്ട്. ഗെയിം കളിച്ച് അവന്റെ കൂടെ ഇങ്ങനെ മുന്നോട്ട് പോകുന്നതിന്റെ ഇടയിൽ അവൻ എന്ത് ഫുഡാണ് ഇഷ്ടം, അവൻ എന്താണ് യഥാർത്ഥത്തിൽ പ്രശ്നം എന്നിങ്ങനെയൊക്കെ അവൾ മനസ്സിലാക്കാനേ നോക്കുന്നു. അവന് സ്ട്രേഞ്ചേഴ്സിനോട് സംസാരിക്കാൻ താല്പര്യമില്ലെന്ന് അവൾക്ക് അതിലൂടെ മനസ്സിലാവുന്നുണ്ടെങ്കിലും എന്തുകൊണ്ട്, വല്ല ചൈൽഡ്ഹുഡ് ട്രോമയാണോ അതോ ഭയങ്കരമായിട്ട് ഇൻട്രോവേർട്ട് ആയതുകൊണ്ടാണോ എന്നറിയില്ല. എന്തായാലും അവളിങ്ങനെ ഗെയിം കളിച്ച് ഷൂവുമായി സംസാരിക്കാനൊക്കെ ശ്രമിക്കുന്നത് ജെൻ കാണുന്നുണ്ട്. ആ സമയത്താണ് ഒരു ഫ്ലാഷ് ബാക്ക് കാണുന്നത്. ഷൂ പണ്ട് മുതലേ ഭയങ്കര ഇൻട്രോവേർട്ടാണ്. അവന് പെട്ടെന്ന് ആരോട് സംസാരിക്കാനൊന്നും തീരെ ധൈര്യമില്ല. ഇപ്പൊ അവൻ എന്തെങ്കിലും പ്രശ്നമുണ്ട്, മറ്റുള്ളവർ കാരണമാണ് ആ പ്രശ്നം ഉണ്ടാവുന്നതെങ്കിൽ പോലും അവനത് പ്രതികരിക്കാനായി തീരെ ധൈര്യം ഉണ്ടായിരുന്നില്ല. സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് വല്ലാണ്ട് അവൻ അതുമൂലം മറ്റു കുട്ടികളുടെ കയ്യിൽ നിന്ന് അതും ഭയങ്കര മാരകമായ രീതിയിൽ പല ഉപദ്രവങ്ങളും നേരിടേണ്ടി വന്നിട്ടുണ്ട്. അന്ന് അവനെ ഹെൽപ്പ് ചെയ്തതൊക്കെ ജെന്നാണ്. പക്ഷെ തന്നെ ഇങ്ങനെ ഹെൽപ്പ് ചെയ്ത് ജെൻ പ്രശ്നത്തിലാവരുത്, എന്ത് തന്നെ ആയാലും താൻ ഇങ്ങനെ പ്രതികരിക്കില്ല. പക്ഷെ ജെന്നിന് തന്നെ ആരും ഉപദ്രവിക്കുന്നത് കണ്ടു നിൽക്കാനാവില്ല. അതുകൊണ്ട് താൻ വെറുതെ ഓരോ പ്രശ്നം ഉണ്ടാക്കി ജെൻ അതിൽ പെട്ടുപോകരുത് എന്ന രീതിക്ക് സ്കൂളിലൊന്നും പോവാതെ മുറിക്ക് പുറത്തിറങ്ങാതെ ഷൂ അങ്ങനെ വളരെ ഒതുങ്ങി പോവുകയായിരുന്നു. ഓൾറെഡി ഇൻട്രോവേർട്ട് ആയിരുന്ന അവൻ താൻ മൂലം തനിക്ക് ചുറ്റിനുമുള്ളവർക്ക് പ്രശ്നം ഉണ്ടാവരുതെന്ന രീതിക്ക് അവന് ചുറ്റിനും ഒരു ഒറ്റപ്പെടൽ ഉണ്ടാക്കിയെടുക്കുകയായിരുന്നു. ഏതായാലും വളരെയേറെ പരിശ്രമിച്ച് നറുട്ടോ ഷൂവുമായി ഗെയിം വഴി തന്നെ നല്ലൊരു കമ്പനി ആക്കി എടുക്കുന്നു. അങ്ങനെ അതിനുശേഷം വളരെ ഡിഫിക്കൽട്ട് ആയ ഒരു ലെവൽ ഇവർ രണ്ടുപേരും ഒന്നിച്ച് കളിച്ച് വിജയിക്കുമ്പോൾ ആ ഒരു സന്തോഷത്തില് മുറിക്ക് പുറത്തിറങ്ങി നറുട്ടോയുടെ കൂടെ സന്തോഷം പങ്കിടാൻ പോലും അവന് ധൈര്യം വരുന്നുണ്ട്. ഈ ഒരു ടീം അവിടെ ജെന്നും ഇതൊക്കെ കാണുന്നുണ്ടായിരുന്നു. തുടർന്ന് ഷൂവിനോട് ജെൻ ഇരുന്ന് സംസാരിക്കുന്നു. ജെന്നിനോട് സംസാരിക്കാൻ പോലും ഷൂ അങ്ങനെ മുറിക്ക് പുറത്ത് ഇറങ്ങാറേ ഉണ്ടായിരുന്നില്ല. കുറെ നാൾ കൂടിയാണ് ഇങ്ങനെ സംസാരിക്കാൻ അവന്റെ ഈ സഹോദരന് പോലും ഒരു അവസരം ലഭിക്കുന്നത്. എന്തായാലും ഇപ്പോ നറുട്ടോ എടുത്തിരിക്കുന്ന എഫേർട്ട് മൂലം ഷൂ അവന്റെ മുറിയിൽ നിന്ന് ഇറങ്ങി അവന്റെ ഈ സഹോദരങ്ങളോട് സംസാരിക്കാൻ തന്നെ തയ്യാറാവുന്നുണ്ട്. അങ്ങനെ അവർ പഴയ ആ ഒരു കമ്പനി ആവുന്നു. ഇതേ ടീം സമ്മർ വെക്കേഷന് നാട്ടില് ഇവരെയും കൂട്ടി പോകാനായി നറുട്ടോയ്ക്ക് ഒരു പ്ലാൻ ഉണ്ടായിരുന്നു. പക്ഷെ ഷൂ ചെല്ലുന്നില്ല. അവനിപ്പോ വീണ്ടും പഠിക്കാൻ പോകാനൊക്കെ തീരുമാനിച്ചിരിക്കുകയാണ്. അവന്റെ ഉള്ളിലെ ചില ബുദ്ധിമുട്ടുകളൊക്കെ മാറിയതിന്റെ അടിസ്ഥാനത്തിൽ. അതുകൊണ്ട് തന്നെ ഇവിടെ നിന്ന് ആ കാര്യങ്ങൾ സെറ്റ് ചെയ്യാനായിട്ടുള്ള പ്ലാനിലായിരുന്നു അവൻ. എന്തായാലും അങ്ങനെ ബാക്കി 3 പേരെയും കൊണ്ട് നറുട്ടോ അവളുടെ ഗ്രാമത്തിലേക്ക് പോകുന്നു. അതായത് അവൾ മുന്നേ താമസിച്ചിരുന്ന സ്ഥലത്ത് നിന്ന് അമ്മയുടെ വിവാഹശേഷമല്ല ഇവരുടെ ഈ വീട്ടിലേക്ക് അവൾ വന്നത്. പഴയ ആ നാട്ടിലേക്ക് തന്നെ ഇപ്പൊ മടങ്ങി പോവുകയാണ്. അങ്ങനെ സ്റ്റേഷനിലെത്തുമ്പോഴേക്കും നറുട്ടോയുടെ ഫ്രണ്ട്സ് അവളെ പിക്ക് ചെയ്യാനേ വരുന്നുണ്ടായിരുന്നു. ആ കൂട്ടത്തിൽ ഒരു പയ്യനുണ്ട് കേട്ടോ. അവൻ ഓടിയെത്തി നറുട്ടോയെ കണ്ട സന്തോഷമൊക്കെ പങ്കിടുമ്പോൾ അതിൽ ജെന്നിന് കുറച്ച് അസൂയ തോന്നുന്ന കണക്ക് തന്നെയാണ് അവിടെ അവൻ പെരുമാറുന്നത്. കുറച്ച് ടെററായൊക്കെ അവരെ പേടിപ്പിക്കുന്ന രീതിയിൽ സംസാരിക്കുന്നുണ്ട്. എന്തായാലും പിന്നീട് നറുട്ടോ അവളുടെ കുറച്ച് ഫ്രണ്ട്സിന്റെ കൂടെ അവിടെ ഇവർക്ക് സ്റ്റേ ചെയ്യാനൊരു പിക്നിക് കണക്ക് ക്യാമ്പ് സെറ്റപ്പ് ചെയ്യാനൊക്കെ നോക്കുകയാണ്. ആ തിരക്കിനിടയിൽ ജെന്നിനെ പറ്റി നറുട്ടോയുടെ ഫ്രണ്ട് കമന്റ് അടിക്കുന്നുണ്ടായിരുന്നു. നിങ്ങൾ തമ്മിൽ എന്താ ലവ് ആണോ, എനിക്ക് ആ ഒരു വൈബ് ഫീൽ ആവുന്നുണ്ടെന്നൊക്കെ പറയുമ്പോൾ അങ്ങനെ ഒരു കാര്യമില്ലാന്ന് നറുട്ടോ പറയുന്ന ടീം നിങ്ങൾ തമ്മിൽ നല്ല ചേർച്ചയുണ്ട്, ഇപ്പൊ അങ്ങനെ ഇല്ലെങ്കിലും ഇനി അങ്ങനെ ഉണ്ടാവാൻ സാധ്യതയുണ്ടല്ലോ എന്നായിരുന്നു ഫ്രണ്ട് പറയുന്നത്. ഇതേ ടീം ആ പയ്യനാകട്ടെ ജെൻ കുറച്ച് ടെറർ ആണെന്ന് തോന്നിയത് കൊണ്ട് തന്നെ നറുട്ടോയെ അവൻ ചുമ്മാ ഭീഷണിപ്പെടുത്താനൊക്കെ സാധ്യതയുണ്ടെന്നുള്ള ഒരു രീതിക്ക് അടുത്ത് പോയി സംസാരിക്കുന്നുണ്ട്. അവൾ ഒരു പാവമാണ്. കൊച്ചുനാളിലെ ലൈഫിൽ നിന്ന് അച്ഛനെ നഷ്ടപ്പെട്ടു. പിന്നീട് അമ്മയുടെ കൂടെ ചേർന്ന് അമ്മയ്ക്ക് താങ്ങായും തണലായും അവൾ ജീവിക്കുകയായിരുന്നു. വെറുതെ അവളുടെ സമാധാനം കളയരുത്, അവൾ ഒരു പാവം കൊച്ചാണ്, സ്റ്റെപ്പ് ബ്രദർ ആണെന്നൊക്കെയുള്ള ജാടയൊന്നും വേണ്ടെന്നെല്ലാം പറയുന്നുണ്ട്. ഇതെല്ലാം കേട്ട ശേഷം ജെൻ ഒരുമാതിരി സങ്കടം വന്ന കണക്ക് അവളെ നോക്കി നിൽക്കുന്നത് നമുക്ക് കാണാം. എന്തായാലും ഒരു ഭാഗത്ത് നറുട്ടോ ഒരു അഹങ്കാരി പെണ്ണാണ്. അവളെ കൊണ്ട് ആദ്യമൊക്കെ ശല്യം കണക്കാണ് അവന് തോന്നിയിരുന്നത്. പക്ഷെ പിന്നെ ആ തോന്നല് മാറി വരികയായിരുന്നല്ലോ. പ്രത്യേകിച്ച് ഷൂവിന്റെ കാര്യത്തിലൊക്കെ നറുട്ടോ വലിയ സഹായമാണ് അവർക്ക് ചെയ്തു കൊടുത്തത്. ഇപ്പൊ ഇതും കൂടി കേൾക്കുമ്പോൾ അവൻ അവളോടുള്ള എല്ലാ ഇഷ്ടക്കേടും മാറി ഭയങ്കര കാര്യമായിട്ട് തോന്നുന്നുണ്ട്. ഇതേ ടീം അവൾക്കും പതിയെ അവനോട് ഒരു താല്പര്യം തോന്നി തുടങ്ങുന്ന കണക്കുണ്ടായിരുന്നു.
പറയുന്നു. എന്തായാലും നാട്ടിലേക്കുള്ള യാത്രക്കിടയിലാണ് രണ്ടുപേർക്കും ഇത്തരം ഒരു തോന്നൽ മനസ്സിൽ തോന്നി തുടങ്ങുന്നതെന്ന് തന്നെ പറയാം. തിരിച്ചെത്തി കഴിയുമ്പോൾ രണ്ടുപേരുടെയും പെരുമാറ്റത്തിലൊക്കെ വല്ലാത്തൊരു വ്യത്യാസം റാക്കു ഒക്കെ ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു. നറിറ്റയോട് മനസ്സിലുള്ള കാര്യം ജെന്നിനോട് തുറന്നു പറഞ്ഞുവിടുന്നെല്ലാം റാക്ക് ചോദിക്കുമ്പോൾ അത് ശരിയാവില്ല, ഞാനൊരു ചേച്ചിയായിട്ട് നിന്ന് നിങ്ങളെയൊക്കെ നോക്കേണ്ടതല്ലേ, പേരൻസ് നിങ്ങളെ എന്നെ വിശ്വസിച്ച് ഏൽപ്പിച്ചാ പോയേക്കുന്നത്, അപ്പൊ ഞാൻ അങ്ങനെ ചെയ്താൽ ശരിയാവില്ല, അത് വേണ്ടെന്നൊക്കെ പറഞ്ഞ് അവൾ അങ്ങ് ഒഴിഞ്ഞു മാറുന്നു. പക്ഷെ അവൾക്ക് പിന്നീടും ജെന്നിനെ പറ്റി ചിന്തിക്കാതിരിക്കാനേ പറ്റുന്നില്ല. എന്തായാലും മനസ്സിൽ അവനെ പറ്റിയിട്ട് ഇങ്ങനെ ചിന്തിച്ചുകൊണ്ട് തന്റെ ഉറക്കം കളയുന്നതിൽ നല്ലത് അവനോട് തുറന്നു പറയാന്ന് കരുതിയവൾ എന്നാൽ അത് ഡിസൈഡ് ചെയ്യണമെന്ന് തീരുമാനിക്കാനേ ഹി ലവ്സ് മീ നോട്ടെന്നൊക്കെ റോസാപ്പൂ വെച്ച് ഇങ്ങനെ നോക്കില്ലേ, അതേ കണക്ക് ഒരു ക്യാബേജ് എടുത്ത് വെച്ച് പറയണോ വേണ്ടയോ എന്നിങ്ങനെ അതിന്റെ ഓരോ ഇതളായിട്ട് ഇങ്ങനെ പിച്ചി എടുത്ത് ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. അത് കണ്ട് ജെൻ കളിയാക്കുമ്പോഴേക്കും അവളാകട്ടെ അവനോട് ഉള്ളിലുള്ള ഇഷ്ടം തുറന്നു പറയുന്നുണ്ട്. അത് കേൾക്കുന്ന അവൻ ഏതാണ്ട് അവളോട് തിരിച്ചിഷ്ടമുള്ള കണക്കാണ് ഇത്രയും നാള് മനസ്സിൽ കൊണ്ടു നടന്നതെങ്കിലും പെട്ടെന്ന് അതിനൊരു മറുപടി പറയാതെ എനിക്ക് ആലോചിക്കാനേ കുറച്ച് സമയം വേണമെന്ന് പറയുന്നു. അവളും ശരി അവൻ ആലോചിക്കട്ടെ എന്ന രീതിക്ക് പിന്നീട് അതിനെപ്പറ്റി ഒന്നും മിണ്ടുന്നില്ലെങ്കിലും കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം അവളോട് അതിന്റെ മറുപടി പറയുന്നുണ്ട്. അവനൊരിക്കലും അവളോട് ആ രീതിക്ക് അങ്ങനെ പെരുമാറാനേ കഴിയില്ല എന്ന്. അത് കേൾക്കുന്ന അവൾ സത്യത്തിൽ അതായിരുന്നില്ല പ്രതീക്ഷിച്ചത്. അതുകൊണ്ട് തന്നെ കുറച്ച് അപ്സെറ്റ് ആവുന്നുണ്ടെങ്കിലും അത് പുറമെ കാണിക്കാതെ അവന്റെ ആ ഒരു അഭിപ്രായത്തെ ഹാപ്പിയായി അക്സെപ്റ്റ് ചെയ്യുന്നു. സമ്മർ വെക്കേഷൻ ഒക്കെ കഴിഞ്ഞ് ഇത്തവണ സ്കൂൾ തുറക്കുമ്പോൾ ഷൂ സ്കൂളിലേക്ക് പോകുന്നുണ്ടായിരുന്നു. അവനെ സ്കൂളിലേക്ക് കൂട്ടിക്കൊണ്ട് പോകുന്നതും തിരിച്ച് വീട്ടിലേക്ക് വരുന്നതും ഒക്കെ തന്നെ നറിറ്റയാണ്. അവന് ആക്ച്വലി അവൾ കാരണമാണല്ലോ വീണ്ടും അവനിപ്പോ ഇങ്ങനെ പുറത്തിറങ്ങാനും പഠിക്കാൻ പോകാനും ഒക്കെ തയ്യാറായത്. അതുകൊണ്ട് തന്നെ അവൾ കൂടെയുള്ളത് അവനും ഇഷ്ടമാണ്. ഇതിന്റെ ഇടയിൽ ജെൻ പറഞ്ഞ ആ ഒരു കാര്യങ്ങൾ അവളെ ഭയങ്കര സങ്കടപ്പെടുത്തിയിട്ടുണ്ടായിരുന്നല്ലോ. അവൾ അതിന്റെ ഒരു സങ്കടത്തിലൊക്കെ ഇരിക്കുമ്പോൾ അവന് കാര്യം മനസ്സിലാവുന്നുണ്ട്. അവനാകട്ടെ അവളോട് നിന്നെ ആരും വിഷമിപ്പിക്കാൻ ഞാൻ സമ്മതിക്കില്ല എന്ന് പറയുന്ന ടീം ഇവൻ ഇങ്ങനെയൊക്കെ സംസാരിക്കാൻ തുടങ്ങിയോന്ന് അത് കേട്ട് അവൾ അന്തം വിടുന്നുണ്ട്. അവനത് ഏത് അർത്ഥത്തിലാണ് പറയുന്നതെന്ന് അവൾക്ക് മനസ്സിലായില്ല. ഒരുപക്ഷെ അവനെ ഹെൽപ്പ് ചെയ്തതിന് അവൻ തിരിച്ചൊരു ഹെൽപ്പ് കാണിക്കുന്ന രീതിക്ക് അവൾ അതിനെ കരുതുന്നുള്ളൂ. എന്തായാലും അടുത്ത ദിവസം ജെന്നിനോട് ഷൂ നറിറ്റയുടെ കാര്യം പറഞ്ഞ് വഴക്കാവുന്നുണ്ടായിരുന്നു. അതായത് ജെന്നിന് നറിറ്റയോട് താല്പര്യമുണ്ടെന്ന് ഷൂവിനും അറിയാം. എന്നിട്ടും അവനത് തുറന്നു പറയുന്നില്ല എന്ന കാര്യം പറഞ്ഞാണ് ഷൂ ഇപ്പോ ജെന്നിനോട് ദേഷ്യപ്പെടുന്നത്. നീ തുറന്നു പറയില്ലെങ്കിൽ എനിക്കും നറിറ്റയോട് ഇഷ്ടമുണ്ട്, അത് ഞാൻ തുറന്നു പറയുമെന്ന് ഷൂ ജെന്നുമായി അവിടെ വഴക്കുണ്ടാക്കുന്നു. എന്തായാലും ഈ ഒരു വഴക്കിന്റെ കാര്യം ബാക്കി സഹോദരങ്ങളും അറിയുന്നുണ്ട്. നിങ്ങൾ ചുമ്മാ വഴക്കുണ്ടാക്കാതെ എന്തിനാണോ വഴക്കിടുന്നത് അതിലൊരു തീരുമാനം ഉണ്ടാക്കാനായിട്ട് സ്കൂളിൽ നടക്കാൻ പോകുന്ന ആ ഒരു ഇവന്റിൽ പങ്കെടുത്ത് വിജയിക്കുന്ന ആള് തീരുമാനം എടുക്കുക എന്ന രീതിക്ക് അവരൊരു അഭിപ്രായം പറയുമ്പോൾ അത് ഇവർ സമ്മതിക്കുന്നുണ്ട്. ഞാനാണ് ജയിക്കുന്നതെങ്കിൽ ഞാൻ പറയുന്നത് നീ കേൾക്കണം, നീ ജയിച്ചാൽ നീ പറയുന്നത് ഞാൻ കേൾക്കാന്ന് ഷൂ പറയുമ്പോൾ ജെന്നു അതിന് സമ്മതിക്കുന്നു. അങ്ങനെ ആ ഒരു കോമ്പറ്റീഷന്റെ ദിവസം എത്തുമ്പോഴേക്കും മത്സരം കാണാനായി നിൽക്കുന്നവരുടെ കൂട്ടത്തിൽ നറിറ്റയും ഉണ്ടായിരുന്നു. അവൾക്ക് ആര് ജയിക്കുന്നത് കാണാനാണ് താല്പര്യമെന്ന് റൂയി ചോദിക്കുമ്പോൾ എനിക്ക് രണ്ടുപേരും ജയിക്കുന്നത് കാണാനാണ് താല്പര്യമെന്ന് അവൾ പറയുന്നുണ്ട്. അങ്ങനെ 2-3 പേരുടെ തോളിൽ കയറിയിരുന്ന് മറ്റു ടീമിന്റെ മുകളിൽ ഇരിക്കുന്ന ആളുടെ ഹെഡ് ബാൻഡ് ഊരണം എന്നതാണ് ഗെയിം. അങ്ങനെ കുറച്ചധികം ടീം ഇതിൽ മത്സരിക്കുന്നുണ്ടായിരുന്നു. അവരൊക്കെ പിന്തള്ളി ലാസ്റ്റ് ഫൈനൽ റൗണ്ടിൽ മത്സരിക്കുന്നത് ജെന്നിന്റെയും ഷൂവിന്റെയും ടീമാണ്. ഈ ടീം ഷൂ ആകട്ടെ നീ നിന്റെ ഫീലിംഗ്സ് ഉള്ളിൽ വെച്ചുകൊണ്ട് നടന്ന് ബാക്കിയുള്ളവരെ സങ്കടപ്പെടുത്തുന്നത് എന്തിനാണെന്ന് ചോദിക്കുമ്പോൾ എന്റെ ഫീലിംഗ്സ് എന്താണെന്ന് എന്നോട് എപ്പോഴേലും ചോദിച്ചറിഞ്ഞ് മനസ്സിലാക്കാനായിട്ട് നീ ശ്രമിച്ചിട്ടുണ്ടോ എന്ന് അവൻ തിരിച്ചു ചോദിക്കുന്ന ആ ഒരു ഗ്യാപ്പിന് ജെന്നിന്റെ ശ്രദ്ധയൊന്ന് ഡൈവേർട്ട് ആവുമ്പോഴേക്കും അവന്റെ ഹെഡ് ബാൻഡ് ഊരി ഷൂ ആ മത്സരത്തിലെ വിജയിക്കുകയാണ്. പക്ഷെ ആക്ച്വലി ഷൂ ജയിക്കാൻ വേണ്ടി ജെൻ വിട്ടുകൊടുത്തതാണെന്ന് അറിയാവുന്ന ഷൂ ആ ഒരു മത്സരത്തിന്റെ ഇടയിൽ പറ്റിയ മുറിവില് ജെൻ മരുന്ന് വെച്ച് കൊടുക്കുന്നതിന്റെ ഇടയിൽ നീയാ ജയിച്ചത്, പറ ഞാൻ എന്താ ചെയ്യേണ്ടതെന്ന് ചോദിക്കുമ്പോൾ നീ എന്തിനാ എന്നെ ജയിപ്പിച്ചതെന്ന് തിരിച്ചു ചോദിക്കുന്നുണ്ട്. വീട്ടിലേക്ക് പോ, അവിടെ ഞാൻ ജയിച്ചതിന് എന്ത് തീരുമാനമാണ് ഞാൻ എടുത്തതെന്ന് നിനക്ക് അറിയാൻ സാധിക്കുമെന്നും പറഞ്ഞ് ജെന്നിനെ വീട്ടിലേക്ക് ഷൂ പറഞ്ഞു വിടുന്നുണ്ട്. ജെൻ എത്തുമ്പോഴേക്കും ഓൾറെഡി അവിടെ നറിറ്റ ഉണ്ടായിരുന്നു. അവളെ അവിടെ അവൻ ഒട്ടും പ്രതീക്ഷിച്ചിരുന്നില്ല. ജയിച്ച ഷൂ അവളെ പ്രപ്പോസ് ചെയ്യുന്നതാണ് അവൻ കരുതിയിരുന്നത്. പക്ഷെ ജയിച്ച സ്ഥിതിക്ക് എനിക്ക് ഇഷ്ടമുള്ള ഫുഡ് വേണമെന്നും പറഞ്ഞു നറിറ്റ ആ ഒരു പേരും പറഞ്ഞ് അവൻ വീട്ടിലേക്ക് പറഞ്ഞു വിട്ട് അങ്ങോട്ടേക്ക് പോ ജെന്നിനെയും പറഞ്ഞു വിട്ടിരിക്കുകയാണ്. നറിറ്റ കുക്ക് ചെയ്യാൻ വേണ്ട സാധനങ്ങൾ വാങ്ങാനായി ജെന്നിനെയും കൂടെ വിളിക്കുന്നു. ഇതേ ടീം ഷൂ ആകട്ടെ അവന്റെ മറ്റ് 2 ബ്രദേഴ്സിന്റെ കൂടെ സംസാരിക്കുമ്പോൾ നറിറ്റയും ജെന്നും ഒന്നിക്കണം എന്നതാണ് ഷൂവിന്റെ ആഗ്രഹമെന്ന് മനസ്സിലാക്കുന്ന അവരും ഒരുപാട് ഹാപ്പി ആവുന്നു. കാരണം അവരും അതാണ് ആഗ്രഹിക്കുന്നത്. അപ്പോഴേക്കും ഷോപ്പിങ്ങിന് വേണ്ടി നറിറ്റയുടെ കൂടെ പോകുന്ന ടീം ജെൻ ആകട്ടെ അവളോട് പ്രപ്പോസ് ചെയ്തപ്പോൾ അവന്റെ ഉള്ളിലെ ഇഷ്ടം മറച്ചു വെച്ച് അവളെ റിജക്ട് ചെയ്തതിന് സോറി പറയുകയും അവളെ അവൻ ഒരുപാട് ഇഷ്ടപ്പെടുന്നു എന്നത് തുറന്നു പറയുകയും ചെയ്യുന്നുണ്ട്. എന്തോ ഒരു ബുദ്ധിമുട്ട് അവന്റെ ഉള്ളിലുണ്ടായിരുന്നു. അവളെ ഇഷ്ടമാണെങ്കിലും ഇവരൊരു ഫാമിലി ആയിട്ട് ഇവിടെ ജീവിക്കാൻ തുടങ്ങിയതല്ലേ, അപ്പോൾ അതെങ്ങനെ ശരിയാവുമെന്നൊരു തോന്നൽ, തന്റെ സഹോദരങ്ങൾ എന്ത് വിചാരിക്കുന്ന ഒരു തെറ്റിദ്ധാരണയൊക്കെ അവന്റെ ഉള്ളിലുണ്ടായിരുന്നു. അതുകൊണ്ടാണ് അവൻ അത് വേണ്ട എന്ന് വെച്ചത്. പക്ഷെ ഇപ്പോൾ എല്ലാം നല്ല രീതിക്ക് മുന്നോട്ട് പോകും എന്ന് മനസ്സിലാക്കുന്നവൻ ഇവർ ഒന്നിച്ചാൽ കാര്യങ്ങൾ കുറച്ചുകൂടെ മനോഹരമാവുകയുള്ളൂ എന്ന ഉറപ്പിലാണ് ഇപ്പോൾ അവളെ പ്രപ്പോസ് ചെയ്യുന്നത്. അങ്ങനെ ഇവരിവിടെ പ്രണയിക്കാനായി ആരംഭിക്കുന്നു. തുടർന്ന് റൂയിയുടെയും ഷൂവിന്റെയും റാക്കുവിന്റെയും കൂടെ ജെന്നും നറിറ്റയും ഹാപ്പിയായി അങ്ങനെ ഒന്നിച്ച് മുന്നോട്ട് പോകുന്നിടത്ത് ഈ ഒരു കുഞ്ഞു കഥ ഇവിടെ അവസാനിക്കുകയാണ്. കൂട്ടുകാർക്ക് ഇന്നത്തെ വീഡിയോ ഇഷ്ടമായാൽ മറക്കാതെ ലൈക്ക് ചെയ്തും ഷെയർ ചെയ്തും സബ്സ്ക്രൈബ് ചെയ്തും സപ്പോർട്ട് ചെയ്യണം. വീണ്ടും പുതിയൊരു കഥയുമായി കണ്ടുമുട്ടും വരെ ബൈ.